ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2026, അതായത് ഈ ഒരു ഇയറോട് കൂടിയിട്ട് നമുക്ക് വരാൻ പോകുന്ന, അതായത് റെയിൽവേ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ആണ്. അപ്പൊ അവിടെ നമുക്ക് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ്, ഇനി നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അഥവാ RRB നമുക്കൊരു ആനുവൽ റിക്രൂട്ട്മെന്റ് കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ SSC എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എക്സാംസ് ഏതൊക്കെയാണ്, എക്സ്പെക്ടഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഏതൊക്കെയാണ്, അത് ജൂലൈ ടു ഡിസംബർ ആൻഡ് ഫോർ ദ അപ്കമിങ് ഇയറിലായിരുന്നു അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മിക്ക നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയ് ഓൺവേർഡ്സ് ആണ് നമുക്ക് എക്സാം അവർ റിലീസ്, അതായത് ഏതൊക്കെ പോസ്റ്റുകളാണെന്നുള്ളത് റിലീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിക്കതും എക്സാംസ് ഒക്കെ ലാർജ്ലി നമുക്കൊരു ഓഗസ്റ്റ് മന്തോട് കൂടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ എസ്പെഷ്യലി നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്ന റിക്രൂട്ട്മെന്റ് ഏകദേശം 12 to 18 months നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത് ഒരു ഫൈനൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് 18 monthsോളം നമുക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ വേക്കൻസിയുടെ പ്രൊജക്ഷൻസ് ഒക്കെ നമുക്കൊരു ഏകദേശം ഒരു ജനുവരി ടു മാർച്ച് വരെ അവർ ഫൈനലൈസ് ചെയ്യും. അതേപോലെ തന്നെ RRB നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഫോർ അപ്കമിങ്, അതായത് 2027 ഇയറിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മേജർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, അതായത് മെയ് മന്തോട് കൂടിയിട്ട് നമുക്ക് ALPയുടെ ഏകദേശം ഒരു 11K, ഐ തിങ്ക് 11,127ഓളം വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 15 ഈ ജൂൺ 14 ALPക്ക് വേണ്ടിയിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ALP എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരാള് ITA ഡിപ്ലോമ അല്ലെങ്കിൽ BTech BE മെക്കാനിക്കൽ ഉള്ളവർക്കാണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മെയിനായിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതുപോലെ CBT, ദെൻ ഫിസിക്കൽ ബേസ്ഡ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജസ് ആയിരുന്നു കൂടുതലും വരുന്നത്. റെയിൽവേ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഫിറ്റ്നസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഹൈ ഫോക്കസ്, അതുപോലെ ടെസ്റ്റുമാക്കിയിട്ട് ബന്ധപ്പെട്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമുക്കിനി അപ്കമിങ് ആയിട്ടുള്ള ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും ഈ ടെക്നിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസും അതുപോലെ സിഗ്നലിംഗ് സിസ്റ്റംസും സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഡിപ്ലോമ ഉള്ളവർക്ക്, 10th ഉള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക്, അങ്ങനെ ഓരോന്നനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് റീസെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ കൺട്രോളറിന്റെ വേക്കൻസി ഷോർട്ട് നോട്ടീസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്ഷൻ കൺട്രോളർ എനി ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇനി എല്ലാ ഇയറിലും വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്ഷൻ കൺട്രോൾ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയറും, അപ്പോൾ നമുക്ക് ഡിപ്പോർട്ട് മെറ്റീരിയൽ, അതുപോലെ മെട്രോളജി അതുപോലെ ഡിപ്പോയിലും കെമിക്കൽ മെട്രോളജി അസിസ്റ്റന്റിലൊക്കെയാണ് നോട്ടിഫിക്കേഷൻ നമുക്കിനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് പാരാമെഡിക്കൽ പോസ്റ്റസ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് അസിസ്റ്റന്റ്, ഏകദേശം നമുക്കൊരു 1500 മുകളിൽ, അപ്രോക്സിമേറ്റ്ലി 3000 ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് വേക്കൻസീസ് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഓൾറെഡി നമുക്ക് വന്നു, അതിന്റെ ടൈം ഒക്കെ കഴിഞ്ഞു. ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നീഷ്യന്റെ നമുക്ക് ഒരു സിംഗിൾ CBT ടെസ്റ്റും ഇതായിരിക്കും വരുന്നത്. നമുക്കൊരു മെയ് ജൂണോട് കൂടിയിട്ട് ടെക്നീഷ്യൻ ITA ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ എഞ്ചിനീയർക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഇനി സെക്ഷൻ കൺട്രോൾ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്, ജൂൺ മാസം അപ്ലൈ ചെയ്യാം. അത് എനി ഡിഗ്രി ആണ് കേട്ടോ, എനി ഡിഗ്രി ആണ്. അത് നമുക്ക് മെയിനായിട്ട് മാത്സും റീസണിങ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഇനി അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ CBT 1 പ്ലസ് CBT 2 അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. നമുക്ക് ജൂലൈ മന്തോട് കൂടിയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എസ്പെഷ്യലി നമുക്ക് പാരാമെഡിക്കൽ കോഴ്സും വരുന്നുണ്ട് കേട്ടോ. പാരാമെഡിക്കലും കോഴ്സ് അല്ല, പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് റെയിൽവേയുടെ തന്നെ. ഇനി അടുത്തതാണ് NTPC, അതായത് നോൺ ടെക്നീഷ്യൽ പോസ്റ്റ്. നമുക്ക് 12th മുതൽ, അതായത് NTPC ഗ്രാജുവേറ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റും വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ റെയിൽവേ എക്സാമിന് ആളുകൾ NTPC എന്ന് പറയുന്നതാണ് മോസ്റ്റ് പോപ്പുലർ റെയിൽവേ എക്സാം എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്ടിങ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്നതും, അതുപോലെ 12th മുതൽ ഡിഗ്രി വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല പോസ്റ്റുകളും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ, ഗ്രാജുവേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്കും, അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ലെവലുള്ളവർക്കായിരിക്കും. അപ്പൊ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ
ലെവൽ 5ഉം ലെവൽ 6ഉമാണ് വരുന്നത്. അപ്പോൾ അഡ്മിനും അതുപോലെ ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഏകദേശം 15,000-ഓളം വേക്കൻസീസ് ഒക്കെ നമുക്ക് വരാറുണ്ട്, രണ്ടും കൂടെ കൂട്ടിയിട്ട്. ഇനി അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് നമുക്ക് വരുന്ന ലെവൽ 2ഉം അതുപോലെ ലെവൽ 3 പോസ്റ്റുകളൊക്കെയാണ് വരുന്നത്. ക്ലർക്കിലും സപ്പോർട്ടും ഒക്കെ ബന്ധപ്പെട്ട മേഖലയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് NTPC വേക്കൻസീസ് പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് NTPCയിൽ വേറെ വരുന്നുണ്ട്, ഏതാണെന്നറിയോ? നമ്മുടെ ടിക്കറ്റ് എക്സാമിനേഴ്സ്, സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ TTE, TTR, ക്ലർക്ക്, അതുപോലെ മറ്റുള്ള ഓപ്പറേഷണൽ അഡ്മിൻ റോൾസിലൊക്കെ വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഗ്രൂപ്പ് ഡി ലെവൽ പോസ്റ്റ്. ഗ്രൂപ്പ് ഡി ആണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ എക്സാം വരാൻ പോകണം, അടുത്ത നോട്ടിഫിക്കേഷൻ വരെ എല്ലാ ഇയറിലും വിളിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് ഡി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ടെക്നിക്കൽ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിയിൽ തന്നെ ഒരു 10ാം ക്ലാസ് മതി, ചിലതിൽ ITI വേണം, ചില പോസ്റ്റിന് മാത്രം. ഏകദേശം 37,000-ഓളം വേക്കൻസീസ് ഒക്കെ, അതായത് ഹൈ ബൾക്ക് ഓഫ് റെയിൽവേ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡി. ട്രാക്ക് മെയിൻ്റനൻസ്, അത് ഓരോന്നും വ്യത്യാസമായിട്ടാണ് വരുന്നത് ഗ്രൂപ്പ് ഡി വരുന്നത്. അതേപോലെ തന്നെ RPFന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഇപ്പം നമുക്ക് SSCയുടെ അണ്ടറിലേക്ക് പോകുമെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്താ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, RPFന്റെ എല്ലാം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേട്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ CBT 1 നിങ്ങൾ ഒരു 5 എക്സാംസ് ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് വരുന്നില്ല, നോർമലായിട്ടുള്ള മാത്സ്, റീസണിങ്, GK, അതുപോലെ ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ടെക്നിക്കൽ പോസ്റ്റിലേക്കൊക്കെ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ മെയിൻ്റനൻസ്, സിഗ്നൽ സിസ്റ്റംസ് തുടങ്ങി ഒരുപാട് ഏരിയയിൽ അവർക്ക് BSc ഉള്ളവർക്കും ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ ഗ്രേഡ് 2ലേക്കും ഗ്രേഡ് 3ലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ ITI നിങ്ങൾക്ക് ഓരോ ട്രേഡ്, നിങ്ങൾ പഠിക്കുന്ന ട്രേഡ് അനുസരിച്ച് ഒരുപാട് ജോലി സാധ്യതകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ CBT, അതുപോലെ സ്കിൽ ടെസ്റ്റ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി NTPC കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിനി NTPCയുടെ നോട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് NTPC ഒക്കെ. ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലെവൽ 2ഉം 3ഉം ഒക്കെയാണ് NTPC വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിയുടെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ 10 മാത്രം മതിയാകും. ITI ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് അത്രയും വരുന്നത്. ഓക്കെ, അപ്പോൾ RPFന്റെ എക്സാമിന്റെ കൂടുതലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റെയിൽവേ എക്സാംസ് ഞാൻ പറഞ്ഞില്ല. RPF നമുക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ, അതായത് റെയിൽവേ ഫോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ സബ് ഇൻസ്പെക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. അപ്പോൾ 2026-27 നോട്ടിഫിക്കേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ SIക്ക് ഗ്രാജുവേഷനും കോൺസ്റ്റബിളിന് 10th മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷകൾക്കെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഏത് എക്സാം ആണെങ്കിലും റെയിൽവേയുടെ നമ്മളൊരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ AZB അക്കാഡമി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി 27ലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യാണ്, പുതിയ ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ടും നമ്മൾ തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ പോയാലും ക്ലാസ്സസ് കിട്ടും. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ പ്രകാരമുള്ള ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ Day 1 നിങ്ങൾ എന്ത് പഠിക്കണം, Day 2 എന്ത് പഠിക്കണം, അങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ സ്പ്ലിറ്റ് ആക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ തരുന്നു. അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ റിവിഷൻ ഉണ്ട്, അതിൻ്റെ മാക്സിമം PYQs ലൈവ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും തുടങ്ങിയ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന റെയിൽവേ ബാച്ചസിനെ കുറിച്ചും കൂടുതൽ കോഴ്സിനെ കുറിച്ചും അറിയാൻ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.